ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ സിമ്പിളായിട്ടൊരു മോമോസാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. ഹോം മെയ്ഡ് ആയിട്ട് തന്നെ നമുക്ക് മോമോസ് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അതിന് വേണ്ടി ഏറ്റവും നമ്മൾ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം നമ്മൾ ചിക്കൻ അവിടെ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തെ ചിക്കൻ കറി എന്താണ്. പിന്നെ നമ്മൾ ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ആക്കി വെക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ അടുത്തതായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ സവാളയാണ്. സവാളയും കൂടെ നമ്മളിതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഗ്രേറ്റ് ചെയ്തത് ഈ ഒരു മെഷീൻ, ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു സംഭവം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഗ്രേറ്റ് ആക്കി എടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഒണിയൻസും കൂടെ എടുത്ത് വെച്ചത് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കേട്ടോ. നമ്മുടെ ഈ ഒരു ഒണിയൻസും കൂടെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളൊരു 6-7 വിസിലോളം നമ്മൾ കുക്കറിനകത്ത് ഇട്ടിട്ട് ചിക്കൻ വേവിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മല്ലിയിലേക്ക് ഇട്ട്, അത് ചിക്കൻ കറി ഇടുന്നതാണെങ്കിലും നമുക്കിതിൽ മല്ലിയില ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മല്ലിയില ഇങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ചിക്കനിൽ ഇടുന്ന പോലെ ഇട്ട് കൊടുത്താലും മതി. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല രീതിക്ക് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് കുറച്ച് ബീൻസ് ഉണ്ട്. നമ്മളുടെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ നമുക്കിതിലേക്ക് മോമോസിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ എൻ്റെ കയ്യിലിപ്പോൾ ബീൻസും അതുപോലെ തന്നെ കൊറിയാൻഡർ ലീവ്സൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇടുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഇങ്ങനെ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ അതെടുത്ത് ഒരു ബൗളിലേക്ക് വെള്ളമൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് മോമോസിൻ്റെ ഇതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മൈദയിലേക്ക് ഇച്ചിരി വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുത്താൽ മതി. വെള്ളവും അതുപോലെ നല്ല ഒട്ടലുണ്ടെങ്കിൽ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഈ ചിക്കനും കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നമ്മുടെ നേരത്തെ മിക്സിലേക്ക് ചേർത്ത് കുറച്ച് കുരുമുളകും പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് സെറ്റ് ചെയ്യുക. മൈദാമാവ് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത്. അവസാനം കുറച്ച് മൈദാമാവ് ഇട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. അകത്തിൽ ഫില്ലിങ് കൂടെ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. ഭയങ്കര ചൂടായിരുന്നു ഞാൻ എടുത്ത സമയത്ത്, അതുകൊണ്ട് ഒട്ടും മുറിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ഈ ഒരു സോസ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ടൊമാറ്റോ കെച്ചപ്പ് പോലെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ മതി. കുറച്ച് തക്കാളിയും ഗാർലിക്കും ഒക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കിയാൽ മതി കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കൊടുത്തിരിക്കാം. സോസ് ഉണ്ടാക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിൻ്റെ അളവെല്ലാം കൊടുത്തേക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഹോം മെയ്ഡ് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.